കോൺ ഫോർ ട്രാവലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 6ാമത്തെ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ പേര് തിരുക്കുഴത്തായ്. ഇത് ശനി ഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നമ്മളങ്ങനെ 6ാമത്തെ തിരുപ്പതി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ അമ്പലങ്ങളെല്ലാം താമ്രഭരണി നദിയുടെ കരയിലാണ്. താമ്രഭരണി നദിയുടെ 2 കരകളിലായിട്ടാണ് ഈ അമ്പലങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാമത്തിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക്. ഏകദേശം അമ്പലത്തിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ദൂരെ നിന്നിട്ട് അമ്പലത്തിൻ്റെ മണ്ഡലം കാണാൻ പറ്റും. നമ്മളങ്ങനെ ഫോട്ടോയിലങ്ങനെ അമ്പലത്തിൻ്റെ അടുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലം നമ്മുടെ ആദ്യത്തെ ശ്രീവൈകുണ്ഠത്തിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ 5ാമത്തെ തിരുപ്പതിയായ പെരുങ്കുളം പെരുമാൾ കോവിലെത്തിയിട്ടുണ്ട്. പെരുങ്കുളം പെരുമാൾ കോവിൽ. അങ്ങനെ പെരുങ്കുളം പെരുമാൾ കോവിലിൽ എത്തിയിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 7:30 മുതൽ 12 മണി വരെയും, അതിനുശേഷം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മുതൽ 7:30 വരെയും. അപ്പോൾ കഴിവതും രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക ഈ അമ്പലത്തിൽ. അമ്പലത്തിനകം ഭയങ്കര വിശാലമായ ഭയങ്കര വലിയ ഏരിയ ഉണ്ട് അമ്പലത്തിനകം. ഒന്ന് നടക്കാൻ തന്നെ ഒരു 2 പ്രദക്ഷിണം വെച്ചാൽ എല്ലാ ദിവസവും 2-3 പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് നടക്കേണ്ട ആവശ്യം വരത്തില്ല. അത്രയ്ക്ക് വിശാലമായ സ്ഥലമാണ് അമ്പലത്തിനകം. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ത് ദൂരം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും എല്ലാം കല്ലുകൊണ്ട് പണിതിരിക്കുന്ന നിർമ്മിതികളാണ്. ഇവിടെ ശനിദോഷം, ശനിയാണ് ഇവിടുത്തെ ഗ്രഹം. അപ്പം ശനിദോഷം, അത് ശനീശ്വരൻ്റെ പൂജകൾക്കൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഈ അമ്പലത്തിൽ വരുന്നത്. ഇത് 108 ദിവ്യദേശത്തിലും വരുന്ന അമ്പലമാണ് ഈ വിഷ്ണു ക്ഷേത്രം. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തിരുക്കുഴത്തായ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തിരുക്കുഴത്തായ് പെരുമാൾ ടെമ്പിൾ എന്നും പറയപ്പെടുന്നുണ്ട്, പെരുങ്കുളം പെരുമാൾ ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ 2 പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ മൂലമൂർത്തി എന്ന് പറയുന്നത് വെങ്കടവണ്ണൻ എന്നാണ് ഭഗവാൻ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഗോശാലയാണ് കാണുന്നത്. എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഗോശാല ഉണ്ടാവും. ഇപ്പോൾ അതിനകത്ത് പശുക്കളുണ്ട്. ഇതൊരു ഗോശാലയാണ്. ഈ അമ്പലത്തിലെ ഗോശാലയാണ്. ഈ അമ്പലത്തിനടുത്ത് തന്നെ വേറൊരു അമ്പലം, ചെറിയൊരു അമ്പലം കൂടെ ഉണ്ട്. അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ നമസ്കാരം. ബൈ.